തമിഴ് വെട്രി കഴകം നേതാവ് വിജയുടെ അടുത്ത നീക്കം, അദ്ദേഹം റോഡ് ഷോ ഇനി ഒന്നും നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് സ്ഥലങ്ങളിൽ അദ്ദേഹം റോഡ് ഷോയിൽ ഉള്ള ഒരു തന്ത്രമല്ല, എവിടെയാണ് അദ്ദേഹം വരേണ്ട സ്ഥലത്ത് ഹെലികോപ്റ്ററിലാണ് അവിടെ വരാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വരുന്ന വഴിക്കുള്ള ഡിലേ ഒഴിവാകും. കരൂര് വരുന്നതിന് തൊട്ട് മുമ്പ് അവിടെ രാത്രി എത്രയും താമസിക്കാൻ കാര്യം വരുന്ന വഴിക്കുള്ള ആൾക്കൂട്ടവും ബഹളവും അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്. കാരണം ജനബാഹുല്യമാണ് എല്ലായിടത്തും. അതുകൊണ്ട് പറയുന്ന സ്ഥലത്ത് ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങാനുള്ള സൗകര്യം നോക്കിയാണ് ഇനി വിജയ് വരുന്നതെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞു. അദ്ദേഹം 4 ഹെലികോപ്റ്റർ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. വിലയ്ക്ക് വാങ്ങാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ ബാംഗ്ലൂർ അതിൻ്റെ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഇനി യോഗ സ്ഥലങ്ങളിൽ ഹെലികോപ്റ്ററിലായിരിക്കും വിജയ് പോകുന്നത്. കാരണം അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. റോഡ് ഷോ പോലെയുള്ള സ്ഥലത്തേക്ക് വരുന്ന റോഡ് മാർഗം വരുന്ന ആ തടസ്സം, ആ ഡിലേ ഒഴിവാകും. രണ്ടാമത്, അദ്ദേഹം കരൂരിൽ നിന്ന് ഈ 41 പേരുടെ ഇടയാക്കിയ ആ സംഭവം, ആ സ്റ്റാമ്പ് പേഡ് സമയം അദ്ദേഹത്തിനെ പെട്ടെന്ന് അവിടുന്ന് മാറ്റിവിട്ടു. അത് പോലീസിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരുടെയും നിർബന്ധത്തിന് പെട്ടെന്ന് അദ്ദേഹം വഴങ്ങി. അവിടെ നിന്ന് പോയ വാഹനം 2-3 സ്ഥലത്ത് മറ്റു ചില വാഹനങ്ങളിൽ ഇടിക്കുകയും ചെയ്തു. വളരെ ഈസിയായിട്ട് സ്പീഡിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന പോലെ പോയതാണ്. അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ വികാരം എങ്ങനെയാണെന്നറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കന്മാരും മറ്റവരും പെട്ടെന്ന് അദ്ദേഹത്തിനെ, ഇത്രയും 41 പേരും മരണപ്പെട്ടതിനാൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായതായും അത് അദ്ദേഹം നേരിട്ട് കണ്ടതാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് അവിടുന്ന് സേഫ്റ്റിക്ക് അല്ലെ സെക്യൂരിറ്റി കാരണം അവിടുന്ന് പെട്ടെന്ന് മാറ്റി പോയത് കാറിലാണ്. പല വാഹനത്തിൽ ഇടിച്ചു എന്നൊരു ആരോപണം വന്നിട്ടുണ്ട്. അത് തന്നെയല്ല, ഇനി തിരഞ്ഞെടുക്കുന്ന സ്ഥലം റോഡ് ഷോ ഉണ്ടാവില്ല. തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഗ്രൗണ്ടായിരിക്കും. കൂടുതൽ ആൾക്കാർക്ക് വന്നു ചേരാനും അതിനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അദ്ദേഹം പോവുകയുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടാവും. ഹെലികോപ്റ്റർ വിലയ്ക്ക് വാങ്ങുന്നുള്ള വാർത്തകളാണ് വരുന്നത്. 4 എണ്ണം വാങ്ങിക്കും എന്ന് പറയുന്നുണ്ട്. അത് കോൺട്രാക്റ്റിൽ വാടകയ്ക്ക് എടുക്കുന്നതാണോ എന്നറിയില്ല. ബാംഗ്ലൂര് ഉള്ള അതിൻ്റെ ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ നമുക്കറിയാം, തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയും സിനിമാ നടിയുമായിരുന്ന ജയലളിതയുടെ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ആൾക്കൂട്ടവും ഇങ്ങനെ വരുന്നത് കൊണ്ട് അവർ ഹെലികോപ്റ്ററിലായിരുന്നു പല സ്ഥലങ്ങളിലും ചെന്ന് ചേരുന്നത്, മടങ്ങിപ്പോകുന്നതും അങ്ങനെ തന്നെ. കാരണം ഇതുപോലെയുള്ള അവരെ കാണാനുള്ള ആ തിരക്കും ബഹളത്തിൽ നിന്നും ഒഴിവാകാനും അവരുടെ പ്രോഗ്രാം നടക്കുന്നിടത്ത് കൃത്യസമയത്ത് തന്നെ ചെന്ന് ചേരാനുള്ള സൗകര്യാർത്ഥം അവർ ഹെലികോപ്റ്ററിലായിരുന്നു പിന്നീട്. കാരണം ആൾക്കൂട്ടത്തിൽ ഇടയ്ക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും മീറ്റിങ്ങിൻ്റെ സമയത്ത് ചെല്ലാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഹെലികോപ്റ്ററിലാണ് പിന്നീട് പൊയ്ക്കൊണ്ടിരുന്നത്. അതേ തന്ത്രം തന്നെയാണ് ഇവിടെയും ഈ വിജയും സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ജനബാഹുല്യം നമ്മൾ കണ്ടു. കരൂര് അത്ര ജനക്കൂട്ടം ഉണ്ടായിട്ടാണ് ആ സ്റ്റാമ്പേഡ് ഉണ്ടായത്. അതിൽ നിന്നൊക്കെ ഒഴിവാകാനും ആ സംഭവത്തിന് ശേഷം അവരുടെ പാർട്ടിയുടെ തീരുമാനം, വിജയുടെ തീരുമാനം ഇനി റോഡ് ഷോ വേണ്ട എന്ന് തന്നെയാണ്. ആ 4 ഹെലികോപ്റ്ററിൻ്റെ കോസ്റ്റ് എങ്ങനെയായാലും 100 കോടി രൂപ വരുമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 2-4 പേർക്ക് സഞ്ചരിക്കാവുന്ന ചെറിയ ഹെലികോപ്റ്ററിലായിരിക്കും അദ്ദേഹം വരുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുള്ള കൊട്ടേഷൻ സ്വീകരിച്ചു കഴിഞ്ഞു. ബാംഗ്ലൂരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള വാർത്തകളുമാണ് വരുന്നത്. ഇത് തമിഴ് രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും ജയലളിതയും അതുപോലെ തന്നെ MGRനുള്ള ആ നിലവാരത്തിലേക്ക് വിജയ് വരും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം ഓരോ സ്ഥലത്തെയും ജനബാഹുല്യം നമ്മൾ കണ്ടു. അദ്ദേഹത്തിനെ കാണാൻ മാത്രമല്ല, അദ്ദേഹത്തിനെ പിന്തുടരാനും അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനത്തിന് അവരുടെ പിന്തുണ കൊടുക്കാനും അവർ റെഡിയാണ്. തമിഴ് രാഷ്ട്രീയത്തിൽ എപ്പോഴും സിനിമയ്ക്ക് ആണ് കൂടുതലും. സിനിമയ്ക്കും നാടകത്തിനും സംഗീതത്തിനും അതുപോലൊപ്പം തന്നെ അവിടുത്തെ നാടകം എഴുത്തുകാർ അല്ലെ സിനിമ എഴുത്തുകാർ അവർക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനതയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് വിജയുടെ
അടുത്ത നീക്കം തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ട് നീക്കം തമിഴ് രാഷ്ട്രീയത്തിലെ ഏറ്റവും ഉന്നതിൽ അദ്ദേഹം വരും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. വരും ദിവസങ്ങളിൽ അതിലേക്കൊരു നീക്കം നടക്കുന്നതിൻ്റെ പ്രാരംഭമാണ് ഹെലികോപ്റ്റർ വാങ്ങുന്നതും ഹെലികോപ്റ്ററിൽ ഇനി റോഡ് ഷോ നിർത്തിയിട്ട് അദ്ദേഹം പ്രസംഗിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ കാണുന്ന സ്ഥലത്ത് എത്തിച്ചിരുന്നതും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് വാർത്തകൾ വരുന്നത്.